നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 20 ആണ് നാഷണലിസം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് മൊത്തത്തിൽ 4 ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പം ഇത് ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 6 മാർക്കായിട്ടോ 4 മാർക്കായിട്ടോ 2 മാർക്കായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഇത് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: How did industrialization lead to the development of nationalism in Europe? എപ്രകാരമാണ് വ്യവസായവൽക്കരണം ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്? അപ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ട് വ്യവസായ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് നമ്മുടെ യൂറോപ്പിലാണ്. എന്താണ് വ്യവസായവൽക്കരണം എന്ന് വെച്ചാൽ, ആളുകൾ ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, യന്ത്രങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിലുണ്ടായ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൂടി. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്തുണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി യൂറോപ്പിലുണ്ടായി. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ജനാധിപത്യവും സ്വാതന്ത്ര്യം എന്നീ 2 ആശയങ്ങളും ഉയർന്നു വന്നത് ഈ ഒരു വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ റെയിൽവേ, ടെലിഗ്രാഫ് തുടങ്ങിയിട്ടുള്ള ഗതാഗതവും വാർത്താവിനിമയവുമായിട്ടുള്ള മേഖലകളിൽ വ്യവസായം ഉണ്ടായതും എന്തിൻ്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ ഈ ഒരു ദേശീയതയുടെ ഭാഗമായിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, തൊഴിലാളികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സംഘടനകളൊക്കെ രൂപീകരിക്കാനൊക്കെ തുടങ്ങിയതും ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു 4 മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും വ്യവസായവൽക്കരണത്തിലൂടെ നമ്മുടെ യൂറോപ്പിലെ ദേശീയതയുടെ വളർച്ചയ്ക്ക് ഭാഗമായിട്ട് മാറിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദാദാഭായ് നവറോജി അതേപോലെ തന്നെ RC ദത്ത്, ഇവർ 2 പേരും നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വളർച്ച എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് ദാദാഭായ് നവറോജിയിലേക്ക് പോവാം. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു നല്ലൊരു സയൻറ്റിസ്റ്റാണ്. അപ്പം അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയെ പറ്റിയിട്ട് ഒരു പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ വരുമാനവും ആര് കൊണ്ടുപോവുകയാണ്, ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച ആ ഒരു സിദ്ധാന്തത്തിൻ്റെ പേരാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അപ്പം ദാദാഭായ് നവറോജിൻ്റെ ഒന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഡ്രെയിൻ തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചു. ആ സിദ്ധാന്തം വഴി ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയുടെ എല്ലാ വരുമാനങ്ങളും കൊണ്ടുപോകാമെന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി, ദാദാഭായ് നവറോജിക്ക് മനസ്സിലായി. രണ്ടാമതായിട്ട് ചെയ്ത കാര്യമെന്ന് വെച്ചാൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹം ഒരു പുസ്തകം എഴുതി വേൾഡ് വൈഡ് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്ത കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. മാത്രമല്ല, ഇദ്ദേഹം സ്വദേശി പ്രസ്ഥാനത്തിന് വളരെയധികം പ്രചോദനമാണ് നൽകിയത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ദാദാഭായ് നവറോജിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 നിങ്ങൾ എഴുതാതെ പോകരുത്, ഇത് 3 മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. രണ്ടാമത്തെ ആളാണ് നമ്മുടെ RC ദത്ത്. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള നയങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കാർഷിക മേഖലയിൽ നടത്തിയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ നയങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ബ്രിട്ടീഷുകാരുടെ ടാക്സ് വർധനവ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ, ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള തകർച്ച, അങ്ങനെ ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ബുക്ക് എഴുതാനായിട്ട് തുടങ്ങി. അതാണ് RC ദത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം RC ദത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ എക്കോണമിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി. ആ ബുക്ക് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട നയങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ടാക്സിനെ പറ്റിയിട്ടും അതിൻ്റെ ടാക്സ് വർധനവിനെ പറ്റിയിട്ടും അതുമായിട്ട് കാർഷിക മേഖലയിലും ഒക്കെ ഉണ്ടായ ദോഷങ്ങളെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെ പ്രചരിപ്പിച്ചു. ഇനി അടുത്ത് നമുക്ക് നോക്കാം, 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച എപ്രകാരമായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ ദേശീയത വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇന്ത്യയിലെ ദേശീയത വളർന്നപ്പോൾ നമ്മുടെ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ ദാദാഭായ് നവറോജിയും RC ദത്തും തങ്ങളുടെ ബുക്കുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധം കൊണ്ടുവന്നു. മാത്രമല്ല, ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അവർ കൊണ്ടുവന്നു. അത് മാത്രമല്ല, 1885 കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുത്തതും എന്തിൻ്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ ഈ ഒരു
ദേശീയതയുടെ ഭാഗമായിട്ടാണ്. മാത്രമല്ല സ്വദേശി പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സ്വദേശി പ്രസ്ഥാനം എന്താണെന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്ത് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ നമ്മൾ പാടെ ബഹിഷ്കരിക്കുന്ന ഒരു മൂവ്മെൻ്റാണ്. മാത്രമല്ല ജനകീയ സമരങ്ങളും അതേപോലെ തന്നെ പോരാട്ടവും. നമുക്ക് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പോരാടാൻ തുടങ്ങി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ എല്ലാത്തിനും എതിരായിട്ട് നമ്മുടെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പോരാടാനായിട്ട് തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ദേശീയ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുമ്പോൾ ദേശീയത മൂലം നമ്മുടെ ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായി. ദാദാഭായ് നവറോജി, RC ദത്ത് ഇവരുടെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആളുകൾക്ക് ഒരു രാജ്യസ്നേഹം ഉണ്ടായി. അത് മാത്രമല്ല 1885 നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനങ്ങളും ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളും ഉണ്ടായി. ജനകീയ സമരങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്തിന് വഴിതെളിച്ചത്, നമ്മുടെ ഇന്ത്യയിലെ ദേശീയതയ്ക്ക് വഴിതെളിച്ചത്. ഇത്രയേ ഉള്ളൂ. ഇനി നാലാമത്തെ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, അതും കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഡ്രെയിൻ തിയറി എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രെയിൻ തിയറി ആരാ കൊണ്ടുവന്നത്, നമ്മുടെ ദാദാഭായ് നവറോജി. അപ്പോൾ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്കാരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒന്നും ചെയ്തുമില്ല. നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വരുമാനം പോലും അവർ കാൽക്കുലേറ്റ് ചെയ്തില്ല. ആ സമയത്ത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യയിലുള്ള എല്ലാ വരുമാനങ്ങളും ആര് കൊണ്ടുപോവാണ്, ബ്രിട്ടീഷുകാർ കൊണ്ടുപോവാണ്. ആ ഒരു സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ലാസ്റ്റ് വരെ കണ്ട ആളുകൾ ജസ്റ്റ് ഞങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു മിസ് ചെയ്യുന്നൊരു മെസ്സേജ് ഇട്ടാൽ വളരെ നന്നായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുകളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആൻസേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ നോട്ട് എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.